Hello friends, in this video we will look at Google Slides Google application video. Free online presentation create using software. Microsoft PowerPoint presentation create using software. This is online using software Google Slides. നമുക്ക് ഓൺലൈൻ ആയിട്ട് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ഈ ഓൺലൈൻ ടീച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ മീറ്റ്സിലേക്കോ അങ്ങനത്തെ ഇതിലേക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രസന്റേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ നമ്മളൊരു സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് അത് ആ ഫയല് നമുക്ക് സിസ്റ്റം കംപ്ലൈൻ്റ് ആയാലും അങ്ങനത്തെ ഫയൽ നഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓൺലൈനിൽ സേവ് ആവുന്നതുകൊണ്ട് നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക അതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മളിന്ന് ഇതിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മളൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലൈഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എടുത്തിട്ട് അവിടുന്ന് ക്രിയേറ്റ് ന്യൂ സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. ഈ ഫയൽ സേവ് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സ്ലൈഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ, നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് ഇവിടെ ഗാലറി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ഫസ്റ്റ് ഇതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, ഇതിനായിട്ട് യൂസ്. അപ്പോൾ ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ കുറേ മെനു ബാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫയലിലാകണമെങ്കിൽ പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുതിയ പ്രസൻറ്റേഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, ടെംപ്ലേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ്സ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ഡോക്യുമെൻ്റ് പ്രസൻറ്റേഷനിലുള്ള ODP എന്ന് വെച്ചാൽ ലിനക്സിലുള്ള ഫോർമാറ്റിലേക്ക് വേണം ഡൗൺലോഡ് ചെയ്യാം. PDF ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്നുവെച്ചാൽ നമ്മളെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫോൾഡറിലേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ചെയ്യിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എഡിറ്റ് വ്യൂ ഇതൊക്കെ നമ്മൾ സാധാ പ്രസൻറ്റേഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നതാണ്. കേട്ടോ, ഇമേജസ് ഇൻസേർട്ട് ചെയ്യാൻ, ടെക്സ്റ്റ് ബോക്സ്, ഓഡിയോ, വീഡിയോ, ഷേപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക്. പിന്നെ അതിന് ആനിമേഷൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫോർമാറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. സ്ലൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് പ്രസൻറ്റേഷൻ കാണണമെങ്കിൽ നമുക്കിവിടെ ഇവിടെ പ്രസൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. എൻ്റർ നമുക്കിതിന് ഓട്ടോമാറ്റിക്കലി ആനിമേഷനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. എസ്കേപ്പ് അടിച്ചാൽ നമുക്ക് നമ്മളെ പഴയ ഇതിലേക്ക് തന്നെ ഇത് പോകും. ഇനി നമുക്ക് ഇതിൻ്റെ നെയിം ആണെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാം. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫയലിൽ പോയിട്ട് ന്യൂ പ്രസൻറ്റേഷൻ, ആദ്യം നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തു. ഇനി നമുക്ക് പ്രസൻറ്റേഷൻ ജസ്റ്റ് നോക്കാം. അതുകൊണ്ടാ ഇത് ബ്ലാങ്ക് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തീംസോ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് കൊടുത്താൽ കണ്ടോ, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇതിന് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ഉണ്ടോ, പുതിയ സ്ലൈഡായിട്ട് വന്നു. പിന്നെ അതിൻ്റെ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യുക. അവിടെ ഇൻസേർട്ട് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നമ്മളെ ലോഗോസൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഡ്രൈവിൽ നിന്ന് എടുക്കണമെങ്കിൽ ഡ്രൈവിൽ നിന്ന് എടുക്കാം. ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. ഇമേജ് കാണുക, എടുക്കുക. ഷോർട്ട് ചെയ്ത് മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ചെയ്യിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ആനിമേഷൻ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കുക. ഫോണ്ടിൻ്റെ സൈസ് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം.
കാര്യങ്ങൾ അണ്ടർലൈൻ, ബോൾഡ്, ഇറ്റാലിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഷെയർ ചെയ്യണമെങ്കിൽ നേരെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ലിങ്ക് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാം. നെയിം മാറ്റണമെങ്കിൽ നെയിം മാറ്റാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ നോക്കിയിട്ടുള്ളൂ. നമ്മൾ പ്രസൻറ്റേഷൻ പവർ പോയിൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ സ്ലൈഡ്സ് നമുക്ക് മൊബൈലിൽ നമുക്ക് യൂസ് ചെയ്യാം. ആണോ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ വെച്ചിട്ട് നമുക്ക് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നേരെ നമുക്ക് ഗൂഗിൾ മീറ്റിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് സിമ്പിളായിട്ട് ഗൂഗിൾ സ്ലൈഡ്സിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇത്. അപ്പോൾ ഇതിൽ പുതിയ കാര്യങ്ങളും പേര് മാറ്റാനും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി. ഇത് ടെംപ്ലേറ്റ് വെച്ച് നമ്മൾ ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും വേണമെങ്കിൽ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ടെംപ്ലേറ്റുകൾ ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട് ഇതിൽ, നമുക്കിതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.